നമസ്കാരം, ഞാൻ ദുർഗ സുരേന്ദ്രൻ, മിസ് ക്യൂൻ കേരള 2025. Miss Queen Kerala 2025, Miss Durga Surendran. ഈ ഒരു ടൈറ്റിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു പ്രചോദനമാവാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, ആ സ്വപ്നത്തെ നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരിശ്രമിച്ച് നോക്കൂ. ആ സ്വപ്നം നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തിയിരിക്കും. കാര്യം എൻ്റെ ഒരു ജേർണിയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രമാത്രം നമ്മൾ ഡിറ്റർമൈൻഡ് ആണോ, അല്ലെങ്കിൽ ഒരു തോൽവിയോ അല്ലെങ്കിൽ ഒരു വേദിയോ അല്ല നമ്മുടെ ജീവിതം മാറ്റുന്നത്. പിന്നെയും പിന്നെയും നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്നാണെങ്കിലും ആ സ്വപ്നം നേടിയെടുക്കാൻ പറ്റുന്നുള്ളൊരു വാശിയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിച്ചിരിക്കും. അതിൻ്റെ ലീഡിങ് എക്സാമ്പിളാണ് ഞാൻ. കാര്യം മേലിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് മിസ് കേരളയാവാൻ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ എത്താൻ സാധിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് അഭിമാനം തോന്നുന്നു. കാരണം എന്നെപ്പോലെ നാട്ടുമ്പുറത്തുനിന്ന് വന്നൊരു കുട്ടി ഇത്രയും ദൂരം സഞ്ചരിച്ച് മിസ് ക്യൂൻ കേരള എന്നുള്ളൊരു കിരീടം സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ, ആ കിരീടത്തിന് എന്തായാലും അതിൻ്റേതായ ഒരു അഭിമാനം തന്നെയായിരിക്കും അത് പറയുന്നത്. കാര്യം പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ മറികടന്ന് സ്വപ്നത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാളുടെ ജേർണി എന്ന് പറയുമ്പോൾ അത് അത് അഭിമാനമാണ്. അത് അഭിമാനമാണ് എല്ലാവർക്കും. എനിക്കും എന്നെ ചുറ്റപ്പെട്ട എല്ലാവർക്കും ഒരു അത് അഭിമാനമായ നിമിഷമാണ്. മിസ് ക്യൂൻയാന എന്ന് പറയുന്നത് ഒരു പാജന്റിനപ്പുറം നമുക്കൊരു വീട് പോലെയാണ് തോന്നിയിരിക്കുന്നത്. കാര്യം നമുക്ക് തരുന്ന സ്നേഹവും റെസ്പെക്റ്റും കെയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വലുതാണ്. ഇവിടുത്തെ ജബിത മാം ആണെങ്കിലും അജ്ജവി സർ ആണെങ്കിലും നമ്മളെ കാണുന്നത് വെറും കണ്ടസ്റ്റൻസ് ആയിട്ട് മാത്രമല്ല, മക്കളെ പോലെയാണ് കാണുന്നത്. അവരത്ര നമുക്ക് നമ്മൾ മേലിൽ വെച്ചിരിക്കുന്ന റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഒരുപാട് വലുതാണ്. കാരണം വേറെ ഏത് പാജന്റിനാണെങ്കിലും ഒരു ഗ്രൂമിങ് ഫീ ഉണ്ട്. പക്ഷേ പെഗാസസിൻ്റെ ഒരു പാജന്റിനും ഗ്രൂമിങ് ഫീ ഇല്ല. ഞാനൊരു നാട്ടിൻപുറത്തുനിന്നാണ് വരുന്നത്. അപ്പം അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ചിലപ്പം ഒരു ഫീ ഉള്ളൊരു പാജന്റിന് പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരൊറ്റ റീസണാൽ അവർ ചിലപ്പം ഓക്കെ ഞാൻ ഇതിന് പോകണ്ടാന്ന് വെക്കും. പക്ഷേ പെഗാസസിൻ്റെ ഈ ഒരു മിസ് ക്യൂൻ കേരളയ്ക്ക് നമുക്ക് ഒരു ഗ്രൂമിങ് ഫീ പോലും കൊടുക്കണ്ട. നമ്മൾ നമ്മുടെ ബെസ്റ്റ് മാത്രം പെർഫോം ചെയ്താൽ മാത്രം മതി. അത്ര വലിയൊരു നല്ലൊരു കാര്യം ആരാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്നത്. എനിക്കൊന്ന് കേരളത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ പാജൻസിനും ഗ്രൂമിങ് ഫീസ് ഉണ്ട്. പക്ഷേ ഫെഗാസസിൻ്റെ മിസ് ക്യൂൻ കേരളയ്ക്ക് ഗ്രൂമിങ് ഫീ ഇല്ല. അത് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഒരു വട്ടം പങ്കെടുത്ത കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നും. ഇതെൻ്റെ മൂന്നാമത്തെ വട്ടമാണ് മിസ് ക്യൂൻ കേരളയിൽ. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരണം എന്നുള്ളൊരു ഒരു ചിന്ത വന്നത് തന്നെ ഈ ഒരു സ്നേഹവും അവരുടെ സപ്പോർട്ടും അതൊക്കെ കൊണ്ടാണ്. ത്രൂ ഔട്ട് ദ ജേർണി എനിക്ക് മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസിനും ഏത് സോണായിക്കോട്ടെ, മിസ്സസ് ആയിക്കോട്ടെ, മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, നമുക്കൊരു സപ്പോർട്ട് ജബിത മാനും അജ്സവി സർ നമുക്ക് തരുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കാര്യം ഇവിടുന്ന് പോകുന്ന കുട്ടികൾ വിന്നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് പോകുന്ന കുട്ടികൾ തിരിച്ച് ചിലപ്പം ഗ്രൂമറായിട്ടോ അല്ലെങ്കിൽ ജഡ്ജായിട്ടോ ആയിരിക്കും വരുന്നത്. അപ്പം ലൈഫ് ലോങ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ് ക്യൂൻ കേരളയിലൂടെ നമുക്ക് എപ്പോഴും കിട്ടും. മിസ് ക്യൂൻ കേരള എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ മാത്രമല്ല, അതൊരു വോയിസ് ആണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു വിഷനാണ്. ഞാൻ ഇപ്പം എപ്പോഴും അറിയപ്പെടാൻ പോകുന്നത് മിസ് ക്യൂൻ കേരള എന്ന രീതിയിലാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു പേരിനൊപ്പം തന്നെ ഈ ഒരു ടൈറ്റിൽ എന്നും ഞാൻ ഏത് വേദിയിൽ എവിടെയാണോ പോകുന്നത് അവിടെ ഒക്കെ ഈ പേരുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഞാനിപ്പോൾ സ്കൂളിലാണ് പോകുന്നതെങ്കിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എൻ്റെ ജേർണിയെക്കുറിച്ചായിരിക്കും. ഞാൻ എങ്ങനെയാണ് മിസ് ക്യൂൻ കേരള, അതായത് ഇന്നത്തെ വളരെ സ്ട്രോങ് ആയ സക്സസ്ഫുൾ ആയ ഒരു കുട്ടി ഇവിടെ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഘടകമെന്ന് പറയുന്നത് മിസ് ക്യൂൻ കേരളയാണ്. അതേപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു അവയർനെസ് പോലെ, ലൈക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്നൊരു ഒരു ടൈറ്റിൽ മാത്രം, ഒരു കോസാണ്, ഒരു വോയിസ് ആണ് മിസ് ക്യൂൻ കേരള എന്ന് പറയുന്നത്. ഏതൊരു പാജന്റ് ആയിക്കോട്ടെ, അതിൽ എസ്പെഷ്യലി മിസ് ക്യൂൻ കേരള എന്ന് പറയുന്നത് നമ്മളെ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആക്കും. ഒരു ഒരു വിമൻ്റെ ലൈഫിന് തന്നെ ഏറ്റവും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പാജന്റ്. അതിൽ എസ്പെഷ്യലി മിസ് ക്യൂൻ കേരള എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജേർണി തന്നെ ആയിക്കോട്ടെ, 2022 എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മിസ് ക്യൂൻ കേരളയ്ക്ക് വരുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന 24 വയസ്സുള്ള എന്നെ ഞാൻ ആക്കിയത് ഈ മിസ് ക്യൂൻ കേരളയും പെഗാസസും ടീമുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ മോഡൽ ആവണമെങ്കിൽ, എന്നെ പോലെ റോൾ മോഡൽ ആവണമെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് പ്ലാറ്റ്ഫോം. ഈ ഒരു വേദി ഒരു പാജന്റിനപ്പുറം, ഒരു ഗ്ലാമർ വേദിക്കപ്പുറം ജീവിതം പഠിപ്പിക്കാൻ പറ്റുന്നൊരു വേദിയാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ 50 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ജീവിതത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ ശക്തി തരുന്ന നമ്മുടെ ഏത് പരാജയമായിക്കോട്ടെ, എൻ്റെ ഒരുപാട് പരാജയങ്ങൾ ഞാൻ ഇതേ വേദിയിൽ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പരാജയങ്ങളെ വളരെ ശക്തിയോടെ എനിക്ക് ഫേസ് ചെയ്യാൻ കോൺഫിഡൻസ് തന്നത് ഈ ഒരു പാജന്റാണ്. അപ്പം അത് തന്നെയാണ് ഏതൊരു കുട്ടിക്കും, സാധാരണ ഏതൊരു ആളായിക്കോട്ടെ, നിങ്ങൾ വലിയ വലിയ മോഡലാവാം അല്ലെങ്കിൽ ഫ്രഷർ ആവാം,
ഇവിടുന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, ജീവിതം മാറും. ദൃഢനിശ്ചയം, റിസീവറൻസ് എന്നൊക്കെ നമ്മൾ പറയും, നിശ്ചയദാർഢ്യം എന്നും നമ്മൾ പറയും. കാര്യം ത്രൂ ഔട്ട് എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ഒരുപാട് പരാജയങ്ങൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പരാജയങ്ങൾ. ഇതെൻ്റെ 9ാമത്തെ പാജൻ്റ് ആയിരുന്നു മിസ് ക്യൂൻ കേരള. അതിൽ തന്നെ കഴിഞ്ഞ ഒരുപാട് പാജൻസ് ഒന്നും എനിക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഓരോ വട്ടം ഞാൻ മുന്നോട്ട് പോകും തോറും എനിക്ക് പേടി കുറഞ്ഞു കിട്ടി. എനിക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള പേടി കുറഞ്ഞു കിട്ടി. ഞാനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, അടുത്ത വട്ടം ഞാനത് ശരിയാക്കി എടുക്കും. ആ ഒരു പേടിയെ മാറ്റിക്കിട്ടേ എൻ്റെ ശബ്ദത്തിനെ തിരിച്ചറിയാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളെ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു 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 ക്യാരക്ടറുണ്ട്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഉറപ്പായും നമ്മുടെ തോൽവികളെ നമുക്ക് മറികടക്കാനുള്ള ഒരു ധൈര്യം, കാര്യം ഈ ഒരു ഫേസും കടന്നു പോകും. ഇനിയും അപ്പുറം ഈ തോൽവിക്ക് അപ്പുറം ഒരു വിജയമുണ്ട്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, എൻ്റെ എല്ലാ സക്സസ്സും വന്നത് ഒരു തോൽവിയോ അല്ലെങ്കിൽ ഒരു റിജക്ഷനോ കഴിഞ്ഞിട്ടാണ്. അപ്പം അത് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അത് നല്ലൊരു ചോദ്യം. ആ നാട്ടുമ്പുറത്തുകാരിയാണ് ഈ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും എന്നെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ ആം മിസ് ക്യൂൻ കേരള ഫ്രം മേലില വില്ലേജ്. ഞാൻ മേലിലയിലെ ഒരു വളരെ സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് മിസ് ഇന്ത്യ ആവണം എന്നായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ഒരു കുട്ടി മിസ് ഇന്ത്യ ആവണം അല്ലെങ്കിൽ മിസ് കേരള എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചിരിക്കുമായിരുന്നു. പിന്നെ നാട്ടുമ്പുറത്ത് നിന്നൊരാൾ മിസ് കേരള ആവാൻ പോവല്ലേ. എനിക്ക് ഇവിടെ ഇന്നിരുന്ന് മിസ് ക്യൂൻ കേരളയ്ക്ക് ഇൻ്റർവ്യൂ പറയുന്ന ഞാൻ മിസ് കേരള ആയിക്കഴിഞ്ഞു. അപ്പം എന്നെപ്പോലെ വലിയ സ്വപ്നങ്ങളുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഉയരങ്ങൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ നാടോ നിങ്ങളുടെ വീടോ ഒന്നും പ്രശ്നമല്ല. ആകെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഫയർ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് പറ്റുമെങ്കിൽ നീ കാണുന്ന അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും പറ്റും. നമുക്ക് ആദ്യം വേണ്ട ആ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മളെ കൊണ്ടത് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസം വേണം. ഓക്കെ, മറ്റൊരാൾ പറയുന്നതല്ല, നമ്മളാണ് നമ്മുടെ സ്റ്റോറി എഴുതാൻ പോകുന്നത്, നമ്മളാണ് നമ്മുടെ ജീവിതം നയിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ഇതെന്നെ കൊണ്ട് പറ്റും. ലൈക്ക് ഇറ്റ്സ് നോട്ട് വേ യു കം ഫ്രം, ബട്ട് ഹൂ യു വാണ്ട് ടു ബിക്കം. ഒരിക്കലും എൻ്റെ നാടോ എൻ്റെ വീടോ അല്ലെങ്കിൽ എൻ്റെ പരിമിതികളോ അല്ല, പക്ഷെ ഞാൻ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മാത്രം ഡിസിഷൻസ് ആണ്. അപ്പം നിങ്ങളുടെ വില്ലേജ് നാട്ടുമ്പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്കൊരു ഇതുണ്ടാവും, നമുക്കൊരു കറേജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്ക് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ നാട് മേലില അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു പാർട്ടാണ്. കാരണം ഞാൻ ഏത് വേദിയിൽ പോകുമ്പോൾ എൻ്റെ ഫൈനൽ ഇൻട്രൊഡക്ഷൻ, അവസാന ലൈൻ ഞാൻ പറയുന്നതാണ്, എൻ്റെ നാട്ടുമ്പുറത്തുനിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു പെൺകുട്ടി ഞാനാണ്, ഇനിയും പെൺകുട്ടികൾ വരട്ടെ, അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി ആവട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പം എന്നെപ്പോലെ ആവാൻ നോക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ധൈര്യമായി ഇറങ്ങുക. നിങ്ങൾക്ക് ആകെ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി സപ്പോർട്ട് കൂടെ വേണം. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം ഒരുപാട് എന്താ എല്ലാവർക്കും പറ്റുന്ന ഒരു മേഖലയല്ല, മോഡേൺ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റൂ. അങ്ങനെയൊന്നുമല്ല. ഞാൻ വളരെ വലിയ നീളമുള്ള മുടിയൊക്കെ ആയിട്ട് വളരെ ഒരു നോർമൽ സാഹചര്യത്തിലാണ് ആദ്യം വന്നത്. പിന്നീട് ഓരോ പാജന്റ് കഴിയുന്തോറുമാണ് ഞാൻ എന്നെ ട്രാൻസ്ഫോം ചെയ്തത് എൻ്റെ ഏറ്റവും ബെസ്റ്റായ വേർഷനിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ധൈര്യമായി ട്രൈ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ചതായ ഒരു കുട്ടിയുണ്ട്. എപ്പോഴും നമ്മളെക്കാൾ മികച്ചതായ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെക്കാൾ മികച്ചതാണ്. മറ്റൊരാളും തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുക, നമ്മളും തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇന്നത്തെ ഞാനും തമ്മിലാണ് കോമ്പറ്റീഷൻ, നാളത്തെ ഞാനാവാൻ വേണ്ടിയിട്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഏത് ഡ്രസ്സ് ഇടുന്നോ, ഇത്ര നീളമുണ്ടോ, ഇത്ര വണ്ണമുണ്ടോ, വെളുത്തിട്ടാണോ, ഇതൊന്നുമല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയാണ് ഒരു 10 പേരുടെ മുമ്പിൽ ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒത്തൻറ്റിസിറ്റി എന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പം തൊട്ടേ ബോഡി ഷെയ്മിങ് ഒരുപാട് ഈഫുള്ള ഒരു കുട്ടിയാണ്. എന്നെ കണ്ടാൽ കൊള്ളില്ല എന്നുള്ള വലിയൊരു ഇൻസെക്യൂരിറ്റി എനിക്കുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 10 വട്ടം ഞാൻ മുടി അഴിച്ച് കെട്ടുമായിരുന്നു, കരയുമായിരുന്നു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്. കാര്യം എന്താ, എന്നെ കണ്ടാൽ കൊള്ളില്ല. ഞാൻ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞു എന്നെ കണ്ടാൽ കൊള്ളില്ലെന്ന്. ആ ഒരു ഇൻസെക്യൂരിറ്റി ഒരു 10-20 വർഷം എൻ്റെ കൂടെ സഞ്ചരിച്ചു. പക്ഷെ എന്നാണോ ഞാൻ പാജൻസിന് പങ്കെടുക്കാൻ പോയത്, അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഭംഗിയായിട്ട് നടക്കുന്നതോ, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചതോ അതൊന്നുമല്ല. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു വോയിസ് ഒരു 5 പേരെ ഇമ്പാക്റ്റ് കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോൺഫിഡൻസ്
അതാണ് ബ്യൂട്ടി. ലൈക്ക് എങ്ങനെയാണ് നമ്മൾ നമ്മളെ ക്യാരി ചെയ്യുന്നത്? ഒരു വേദിയിൽ ഒരു 10, 100 പേരിരിക്കുന്ന വേദിയിൽ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു പ്രകാശം അവിടെ ഇരിക്കുന്ന 100 പേരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ബ്യൂട്ടി ഈസ്. സോ ഒരിക്കലും നിങ്ങൾക്ക് സൗന്ദര്യമില്ലെന്ന് വിചാരിക്കരുത്. ആരും പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാം ഇംപെർഫെക്റ്റ് ആണ്. ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബിക്കോസ് ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന് ഡ്രസ്സോ നമ്മൾ നമുക്ക് മറ്റൊരാളെ കമ്പയർ ചെയ്യും. ഞാനൊക്കെ പണ്ട് എപ്പോഴും കമ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പം വേറൊരു കുട്ടിയെ കണ്ടാൽ ഞാൻ ഓക്കെ എനിക്ക് സൗന്ദര്യമില്ല, ഞാൻ മാറി വയ്ക്കാം. പക്ഷെ അതല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒരു 5 പേരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ വോയിസ് എന്താണ്, നമുക്ക് എന്താണ് പറയാനുള്ളത്, അതൊക്കെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പം ഇനി ഒരിക്കലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു കുട്ടി തോന്നുകയാണ് ലൈക്ക് അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും. ഓക്കെ, മറ്റേ മെലിഞ്ഞിരിക്കുന്നതാണ് സൗന്ദര്യം, അല്ലെങ്കിൽ മെലിഞ്ഞവർക്ക് മാത്രമേ പാജൻസിൽ പങ്കെടുക്കാൻ പറ്റൂ. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. മിസ് യൂണിവേഴ്സ് നേപ്പാൾ 2023 കണ്ടസ്റ്റന്റ്, ഷീ വാസ് റെപ്രസെൻറ്റഡ് ബോഡി പോസിറ്റിവിറ്റിയാണ് പുള്ളിക്കാരി റെപ്രസെൻറ്റ് ചെയ്യുക. പുള്ളിക്കാരി ഈസ് ഓൾസോ എ ബിഗ് റോൾ മോഡൽ ടു എവറി വൺ. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ബ്യൂട്ടിയെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മളൊരു 5 പേരുടെ മുമ്പിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ വോയിസ് ഔട്ട് ചെയ്യുന്നത്, അതാണ് സൗന്ദര്യം. അതാകണം സൗന്ദര്യം. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഘടകം എന്ന് പറയുന്നത് ഇത് ചെയ്യണോ അതോ വേണ്ടയോ ആ ഒരു 2 ചോദ്യത്തിൻ്റെ നടുവിലായിരുന്നു ഞാൻ. ആദ്യം ഈ ഒരു ഓഡിഷന് പോയ സമയത്ത് 2 വട്ടം ഞാൻ പോയി. ഇനിയും പോയാൽ എനിക്ക് എന്ത് വ്യത്യാസമാണ് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ ആ ഒരു സെൽഫ് ഡൗട്ട്, ആ ഒരു പേടി എൻ്റെ സ്വപ്നം, ഈ 2ൻ്റെ ഇടയ്ക്കായിരുന്നു ഞാൻ. പേടിച്ച് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം. ഓക്കെ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് മാറി നിൽക്കാമായിരുന്നു. അങ്ങനെ മാറി വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ല. പക്ഷെ ആ പേടിയെ ഞാൻ മറികടന്നു. എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് എത്തണം. എൻ്റെ പേര് വിളിച്ചപ്പോൾ ദുർഗ സുരീമൻ ഈസ് എ വിന്നർ എന്ന് വിളിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായൊരു നിമിഷമായിരുന്നു. കാര്യം എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ആ കണ്ണ് നിറഞ്ഞതിലൂടെ തന്നെ എനിക്ക് എൻ്റെ പാരൻസിനെ കാണാൻ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് എൻ്റെ ഫുൾ ജീവിതം ഞാൻ ജീവിച്ചിരുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു പേടി മാറ്റിവെച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പേർപ്പസ് എന്ന് പറയുന്നത്. എൻ്റെ ത്രൂ ഔട്ട് ഒരു ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനിയും ചിലപ്പോൾ പരാജയം വന്നു പോയാലും കുഴപ്പമില്ല. ഈ ഫെയിലിയേഴ്സ് ഒക്കെ പോയതിനു ശേഷം നമുക്കൊരു നല്ലൊരു ഫേസ് ഉണ്ടാവും. ആ ഒരു ഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫിയറിനെയൊക്കെ എൻകൗണ്ടർ ചെയ്തിട്ടാണ്. ഇത്രയും ഫിയേഴ്സിനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ നമ്മൾ എത്തി തന്നെ നമ്മൾ ചേരും. കാര്യം എൻ്റെ ആ പേര് വിളിച്ച സമയത്ത് എനിക്കുണ്ടായ ഇമോഷൻ എന്ന് പറയുന്നത് എൻ്റെ ഇത്രയും 6 വർഷമായി ഞാൻ പാജൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2009 ആദ്യമായിട്ട് പാജൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് റിജക്ഷൻസ് ഞാൻ നേരിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഒരു ക്രൗൺ എനിക്ക് കിട്ടണേ ദൈവമേ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അവസാന നിമിഷം വരെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു മിസ് കേരളയുടെ വേദിയിൽ. കാര്യം ഇതെനിക്ക് വേണം, എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ. കാര്യം ഞാനൊന്ന് ജയിക്കുവാണെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ചലഞ്ചസ് എൻകൗണ്ടർ ചെയ്ത് ഒരുപാട് സാഹചര്യങ്ങൾ മാറി മാറി വന്നൊരു നാട്ടിൻപുറത്തുകാരിക്ക് മിസ് കേരള ആകാൻ പറ്റുമെന്ന് എനിക്ക് ബോധിപ്പിക്കണമായിരുന്നു. കാര്യം ഒരു മേലിലെ ഒരു ഗ്രാമത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് റിജക്ഷൻസ് മാറി അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത റിസോഴ്സസ് ഇല്ലാത്ത ഒരു കുട്ടിക്ക് മിസ് കേരള ആകാൻ പറ്റുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. ആ ഒരു ഒറ്റ വാശിക്കാണ് ഞാൻ ഈ വട്ടം വന്നത്. ഈ വട്ടം ഒരിക്കലും എൻ്റെ പേഴ്സണൽ വിന്നിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. കാര്യം എനിക്ക് തെളിയിക്കണമായിരുന്നു നമ്മുടെ പെർസീവറൻസ് മാറ്ററാണ്. ഒരു കുറേ വർഷത്തെ കഠിനാധ്വാനം അത് നടക്കും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സോ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടേക്ക് ബാക്ക്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് ഒരാൾ വിചാരിച്ചാൽ മാത്രം മാറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സിസ്റ്റം ഫുള്ളി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്റ്റെരിയോടൈപ്സ് ഉണ്ട്. നമുക്ക് ഇത്ര ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര ഏജ് വേണം, അങ്ങനെയൊക്കെ സ്റ്റെരിയോടൈപ്സ് ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾക്ക് ഒരു പരിമിതി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തും സ്വപ്നം കാണാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ ഓൺ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഒരു 5'8" ഹൈറ്റ് ഉണ്ട്. പക്ഷെ എന്നെക്കാട്ടിൽ ഹൈറ്റ് കുറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കും ഇങ്ങനെ ഈ ഒരു പാജന്റ് വിന്നർ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണാം. പക്ഷെ അവർക്കൊക്കെ ചിലപ്പോഴും അവരുടെ ഒരു നീളത്തിൻ്റെ അളവ് കൊണ്ടോ അല്ലെങ്കിൽ ഏജിൻ്റെ വ്യത്യാസം കൊണ്ടോ ഇവിടം വരെ എത്താൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏജ് കാറ്റഗറി മാറ്റണം ഞാൻ ആഗ്രഹിക്കുന്നു. മിസ് യൂണിവേഴ്സ് പോലെ വലിയ പാറ്റേണുകൾ ഏജ് കാറ്റഗറി കുറഞ്ഞു വന്നു.
പക്ഷേ ഹൈറ്റ് എപ്പോഴും ഒരു മാനദണ്ഡമാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഹൈറ്റ് ഒരു വലിയ മാനദണ്ഡം തന്നെയാണ്. അപ്പോൾ എന്താണോ ഈ ഹൈറ്റും അല്ലെങ്കിൽ ഈ ഒരു ഏജ് കാറ്റഗറി ബാക്കി എല്ലാ ഒരു അവരെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ കാരണങ്ങളും മാറി നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങളാണ് വലുതെന്ന് മുന്നോട്ട് പാജന്റ് പോകുന്നിടത്തോളം അതാണൊരു വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം പക്ഷെ കേരളത്തിൽ മിക്കയിടത്തും ഈ ഒരു സ്റ്റീരിയോടൈപ്സ് മാറി മാറി വരും. പെഗാസസിലാണെങ്കിൽ നമുക്കും ഒരു പരിമിതി ഉണ്ടെന്നല്ലാതെ നമ്മൾ ഏത് കാറ്റഗറി പെടുന്ന ആൾക്കാരെ നമുക്കിവിടെ മത്സരിക്കാൻ പറ്റും. പക്ഷെ ചില പാജന്റുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ക്രൈറ്റീരിയകളുണ്ട്. ഇന്ന ഹൈറ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഇന്ന ഏജ് ഉള്ളവർ അതിനപ്പുറം ഉള്ളവർക്ക് ഇവിടെ മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ചാൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അവർക്കും സ്വപ്നം കാണാനുള്ള അധികാരമുണ്ട്. എല്ലായിടത്തും സ്വപ്നം കാണാനും അത് ഓൺ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പാജൻസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ആയിരിക്കണം. അവിടെ വിമൻ എംപവർമെന്റ് ആണ്. വിമൻ ഒരു ശബ്ദം കൊടുക്കുകയാണ്. നമ്മൾ ശബ്ദം കൊടുക്കുക മാത്രം പോരാ, അത് കേട്ടു എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ ഒരു കംഫർട്ട് സോണിന് വേണ്ടി അത് ഷ്രിങ്കനാവരുത്. നമ്മൾ ഫിറ്റും ചേരുന്നു എന്നാണോ ഉറപ്പ് വരുത്തുന്നത്, അന്നാണ് പാജൻസ് റെസ്പോൺസിബിലിറ്റി കൂടുന്നത്. അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് പാജന്റ് ഇൻഡസ്ട്രിന് വലിയൊരു പ്രശ്നം നടക്കുന്നൊരു സമയമാണ്. നമ്മുടെ മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ റേച്ചൽ ഗുപ്ത അവരുടെ ആ ഒരു കിരീടം തിരിച്ചു കൊടുത്തു. ആ ഒരു പാജിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ബിക്കോസ് അവിടെ പുള്ളിക്കാരിക്ക് എൻകൗണ്ടർ ചെയ്തത് ഭയങ്കരമായ വയലൻസും ഹെയ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പം അത് സംടൈംസ് ഇറ്റ്സ് ഓക്കെ ടു ക്വിറ്റ്. നമ്മുടെ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡിഗ്നിറ്റി ചോദ്യം ചെയ്യുന്ന വേദികളിൽ നമുക്ക് നമ്മുടെ കിരീടത്തിന് അപ്പുറം വലുത് നമുക്ക് നമ്മുടെ വോയിസ് ആണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാം. പക്ഷേ പാജന്റ് വേൾഡിൽ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റോടെയും ഇക്വാലിറ്റിയോടെയും അതേപോലെ തന്നെ സ്നേഹത്തോടെ ആയിരിക്കണം. അല്ലാത്ത പക്ഷം വി ക്യാൻ ഗെറ്റ് ഡൗൺ ബാക്ക്. സോ ഈ ഒരു ഇൻഡസ്ട്രി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ പറ്റട്ടെ. എൻ്റെ ജേണി തന്നെയാണ്. കാര്യം ഒന്ന് ഓർത്ത് നോക്കും, ഒരു നാട്ടിൻപുറത്ത് ഒരു കുട്ടി പെട്ടൊരു നിമിഷം ചിന്തിക്കുകയാണ് അവർക്ക് മിസ്സിംഗ് ഡേ ആവണം അല്ലെങ്കിൽ അവർക്ക് മിസ് കേരള ആവണം. പക്ഷെ അതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. ആ ഒരു നാട്ടിൻപുറത്ത് നിന്ന് മിസ് കേരളയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമായ കാര്യമാണ്. കാര്യം 2019 തൊട്ട് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയിരിക്കാം. ആദ്യം പോകുന്നു, പിന്നെയും പരാജയപ്പെടുന്നു, ആദ്യം പിന്നെയും പോകുന്നു, പരാജയപ്പെടുന്നു. അങ്ങനെ പോയി 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 അവസാനം ഞാൻ നോക്കിയത് എന്നെ കൊണ്ട് പറ്റിയൊരു മേഖലയല്ല. നമുക്ക് പറ്റുന്ന ഒരാൾ ചിലപ്പം എന്നെ പോലെ ഒരാൾക്ക് മിസ് കേരള ആവാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച് ബാക്ക് ഔട്ട് ചെയ്തു. പക്ഷെ പിന്നീടും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ, ചിലപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റിയാലോ എന്ന് തോന്നുന്നു. ആ ഒരു ധൈര്യം, മുന്നോട്ട് എൻ്റെ സ്വപ്നങ്ങൾ മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു ധൈര്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഐ കം ബാക്ക് ആൻഡ് ചേഞ്ച് ദ ബിഗിനിങ്. കാര്യം 2022 മത്സരിച്ച ഒരാള് പിന്നെയും ഒരു 2-3 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരികയാണ്. ഒന്നും കൂടെ ആ ഒരു നറേറ്റീവ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പം ആ ഒരു ധൈര്യം തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് ജീവിക്കാണെങ്കിൽ നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് ഒരു ഒറ്റ മിനിറ്റ് മതി. എൻ്റെ ജീവിതം മാറിയത് May 26 ഇവരുടെയിൽ വെച്ചിട്ടാണ്. അന്ന് മിസ് കേരള ടൈറ്റിൽ വിന്നർ ഞാനൊന്ന് അനൗൺസ് ചെയ്തതിന് എൻ്റെ ജീവിതം മാറി. ആ ഒരു ജീവിതം മാറ്റാൻ നമ്മുടെ ഒരു ഒറ്റ ഡിസിഷനും നമ്മുടെ ധൈര്യവും മാത്രം മതി. ജീവിതത്തിൽ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ വല്ലച്ചൻ തന്നെയാണ് മിസ്റ്റർ രാജശേഖരൻ നായർ. പുള്ളിയുടെ ഒരു ജേണിയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. കാര്യം നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നു, നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ, അതൊരു പാഷൻ ഉണ്ടെങ്കിൽ, ആ പാഷൻ നേടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ് എത്തുമെന്ന് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എനിക്കൊരു ചിറക് തന്നത് എൻ്റെ വല്ലച്ചനാണ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത് വല്ലച്ചനാണ്. കാര്യം ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ എൻകൗണ്ടർ ചെയ്യുമോ അല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുമോ എന്ന് എനിക്കൊരു പേടി വരുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ ആരുടെ കുടുംബത്തിൽ നിന്നാണ് വന്നത്, എനിക്ക് എവിടം വരെ എത്താൻ ഇനിയും പറ്റുമെന്നുള്ളൊരു വിശ്വാസവും ആ ഒരു ശക്തിയും എനിക്ക് തരുന്നത് ഈ ഒരു പേര് കൊണ്ടാണ്. അപ്പം ഡെഫിനറ്റ്ലി ഹീ ഈസ് മൈ ബാക്ക് ബോൺ ആൻഡ് ഹീ ഈസ് മൈ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ. അൺസ്റ്റോപ്പബിൾ. മറ്റൊരാളാൽ തോൽപ്പിക്കാൻ കഴിയാത്തവണ്ണം ശക്തയായ ഒരു സ്ത്രീ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം പൊറോട്ടയും ബീഫുമാണ്. ഞാനൊരു കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും എനിക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫ് കറിയാണ്. അടുത്ത മിസ് സൗത്ത് ഇന്ത്യ ആണ്. പെഗാസസിൻ്റെ നേരെ നമ്മുടെ മിസ് സൗത്ത് ഇന്ത്യയിൽ പങ്കെടുക്കണം. അവിടെയും ജയിക്കുന്നതിനപ്പുറം എൻ്റെ ബെസ്റ്റ് കേരളത്തിനെ വളരെ മികച്ച വേദി തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം ജയവും തോൽവിയും ഒരു കോയിൻ്റെ 2 സൈഡാണ്. പക്ഷേ നമ്മുടെ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞാലും ഒരു 2 പേര് അല്ലെങ്കിൽ ഒരു 3 പേര് നമ്മളെ ഓർക്കണം. ഓക്കെ, ദാറ്റ് വാസ് എ ഗേൾ. ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. അപ്പം അതുകൊണ്ട് എൻ്റെ ബെസ്റ്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ പാജൻസ് മാത്രമല്ല, അതിനപ്പുറം ഞാനൊരു ജേർണലിസ്റ്റ് കൂടിയാണ്. ഞാൻ ജേർണലിസം പഠിച്ചിറങ്ങിയൊരു കുട്ടിയാണ്. അപ്പം തീർച്ചയായും ഈ ഒരു പാജൻറ്റ് കഴിഞ്ഞിട്ട് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ്, ജേർണലിസം എന്ന് പറയുന്ന ഒരു ജോബല്ല, അത് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരു വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന് പറയാം. നമ്മളൊരു പബ്ലിക്കിന് അവരുടെ ശബ്ദം ഇല്ലാത്ത സമയം നമ്മൾ ശബ്ദമാവുകയാണ്.
അപ്പം തീർച്ചയായും ഒരു പാഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടും.